ISLലെ അടുത്ത മത്സരത്തിൽ നമ്മൾ ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ പോവുകയാണ്. സീസണിന്റെ തുടക്കത്തിൽ തന്നെ 4 മത്സരങ്ങൾ തോറ്റതിന്റെ ക്ഷീണത്തിലുള്ള നമുക്ക് ഈ മാച്ച് വളരെയധികം നിർണായകമാണ്. എന്നാൽ നമ്മൾ നേരിടാൻ പോകുന്നത് ഒരുപക്ഷെ ISL വന്നതിന് ശേഷമുള്ള ഈസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സൈഡിനെയാണ്. സാധാരണയായി അവർ 4-2-3-1 അല്ലെങ്കിൽ 4-3-3 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നിൽ നിന്നും ബിൽഡപ്പ് ചെയ്യുകയും മിഡ്ഫീൽഡിലൂടെ മൂവ്മെന്റുകൾ നടത്തി കളി നിയന്ത്രിക്കുന്നതുമാണ് അവരുടെ ശൈലി. ഈ സിസ്റ്റത്തിൽ അവരുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേ മേക്കറായ മിഗ്വൽ ഫിഗ്വേരയാണ്. ആളിലൂടെയാണ് അവരുടെ എല്ലാ മുന്നേറ്റങ്ങളും നടക്കുന്നത്. എന്നാൽ അവർ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലും സ്ട്രോങ് തന്നെയാണ്. പ്രതിരോധത്തിൽ അൻവർ അലിയും ചുങ് നുങ്കയും. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ റഷീദും, അറ്റാക്കിങ്ങിൽ ബിബിനും എഡ്മണ്ടും, ഫിനിഷ് ചെയ്യാൻ SH ആര്യയുമുണ്ട്. ബോക്സിനുള്ളിൽ ലഭിക്കുന്ന ചെറിയ അവസരങ്ങൾ പോലും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അസാമാന്യ കഴിവാണ് SH ആര്യക്കുള്ളത്. ഇവർക്കൊപ്പം വളരെ വേഗത്തിൽ പന്ത് കിട്ടുന്ന വിഷ്ണുവും ജെറിയും ഒക്കെ വരുന്നതോടുകൂടി നമ്മുടെ സെറ്റിലാവാത്ത ഡിഫൻസിന്റെ തലവേദന ആകുമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എന്നാൽ ഇവർക്കും ചില വീക്ക്നെസ് ഒക്കെ ഉണ്ട്. അവരുടെ സെന്റർ ബാക്കുകൾ താരതമ്യേന വേഗത കുറവും ഒപ്പം ചില ഡിസിപ്ലിൻ പ്രശ്നങ്ങളൊക്കെ ഉള്ള താരങ്ങളാണ്. അതിനാൽ തന്നെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചാൽ ഈസ്റ്റ് ബംഗാളിനെ നമുക്ക് ട്രബിൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ഫുൾ ബാക്കുകൾ അറ്റാക്കിന് പോകുമ്പോൾ ഡിഫൻസിന് പിന്നിൽ സ്പേസ് തുറക്കാറുണ്ട്. ഈ സ്പേസ് നമ്മുടെ വിങ്ങേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുതലെടുക്കാൻ സാധിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം നമ്മുടെ പേഷ്യൻസ് ലെവലിൽ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രോബബ്ലി ഈസ്റ്റ് ബംഗാളിന്റെ ടെമ്പോയിലായിരിക്കും നമ്മൾ ഈ മത്സരം കളിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ വിങ്ങേഴ്സ് കൃത്യമായിട്ട് വിജിലൻ്റായി നിൽക്കണം. കൗണ്ടർ കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ മത്സരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് പ്രതീക്ഷിക്കാം. പക്ഷേ ഫേവറേറ്റ്സ് ഈസ്റ്റ് ബംഗാൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്തേക്കാം.